ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാശ്രീ ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം നമ്മളൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത പല നടന്മാരുടെയും സംവിധായകരുടെയൊക്കെ പേര് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ പേരുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ പല പ്രേക്ഷകർക്കും ആശ്ചര്യമാണ് തോന്നുന്നത്. കാരണം ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള സംശയം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കഥാപാത്രത്തെ കണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ, ആ ഒരു നടനെ അത്രത്തോളം ആരാധിക്കുന്ന അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ പോലെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർക്കൊക്കെ ഒരു തിരിച്ചടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വിഗ്രഹങ്ങളെല്ലാം ഉടയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഇത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ളത് വലിയൊരു വിജയം തന്നെയാണ്. എന്തായാലും ഇന്നലെ നടൻ ജയസൂര്യക്കെതിരായ ഒരു ലേഡി രംഗത്ത് വന്നിട്ടുണ്ട്. അവര് സോണിയ മൽഹാർ എന്നുള്ളതാണ് അവരുടെ പേര്. പക്ഷെ അവര് വ്യക്തമായി ജയസൂര്യയാണ് ആ വ്യക്തി എന്നുള്ളത് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. എങ്കിലും ജയസൂര്യയാണ് എന്നുള്ളത് എന്ന് വരുന്ന രീതിയിലുള്ള ചില ക്ലൂകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ പറഞ്ഞത് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, അതിലൊന്ന് പെൺകുട്ടിയാണ്. പിന്നെ ഒരു ഫാം ഹൗസിൽ വെച്ചിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. അതായത് അവർ ടോയ്ലറ്റിൽ പോയി വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ കയറി പിടിക്കുകയും അതിനുശേഷം ഞാൻ അറിയാതെ ഹഗ് ചെയ്യാനൊക്കെ പോയി. അതിനുശേഷം എനിക്ക് അറിയാതെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് എന്നുള്ള രീതിയിലാണ് ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന സ്ത്രീ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഫാമിനടുത്ത് വെച്ചിട്ടാണ് ആ ഒരു ലൊക്കേഷൻ വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ക്ലൂ വന്നാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അരിച്ചു പെറുക്കലായിരിക്കും. അത് ഏതൊക്കെ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ പോലെ അത്രത്തോളം അന്വേഷിച്ച് ബിഗ് ബി എന്ന് പറയുന്ന ആ ഒരു മൂവി, അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ ആയിരുന്നു ഈ ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിൽ നിന്ന് തന്നെ ജയസൂര്യാണ് എന്നുള്ളത് നിമിഷ നേരം കൊണ്ട് തന്നെ, മണിക്കൂറുകൾ കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി. പക്ഷെ ജയസൂര്യ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സോണിയ മൽഹാറിൻ്റെ ഈ ഒരു റിയാക്ഷൻ കണ്ടപ്പോൾ എനിക്ക് പല സമയത്തും പല വിയോജിപ്പും പല സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവരിപ്പോൾ 2013 ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം 2020 വരെ ജയസൂര്യമായിട്ടുള്ള ഒരുപാട് ഫോട്ടോസും അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ അവരുടെ FB പേജിലൂടെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സോണിയ മൽഹാർ പറയുന്ന ആ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ കുറച്ച് ഏജല്ല, യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ്. അത് ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റാണ്, ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ. അപ്പോൾ ഹസ്ബൻഡ് ട്രെയിൻ കയറ്റി നമ്മൾ വളരെ സന്തോഷമായിട്ട് പോകാൻ അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു. ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവിടെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയി. ഒരു പഴയ ബിൽഡിംഗ് ആണ്. അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ അവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഞാൻ അവിടെ കുറെ കുട്ടികളെ പരിചയപ്പെടുന്നു, പെൺകുട്ടികളായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ പെണ്ണിൻ്റെ അല്ല, നമ്മൾ പിടിക്കാൻ അറിയാലോ. പെട്ടെന്ന് നോക്കുമ്പോൾ ഇത്രയും നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ആക്ടറാണ്. അപ്പോൾ എന്താണ് അങ്ങനെ, അതായത് വിത്തൗട്ട് പെർമിഷൻ ആയി, ഒരു ഹിന്ദു ഇല്ല. ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ്. ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ വളരെ ആൻസൈറ്റിയിൽ നിൽക്കണം. വളരെ ആദ്യമേ ഡയറക്ടർ പരിചയപ്പെടുത്തിയായിരുന്നു, ഇതാണ് ഇതിലെ ഹീറോ. വേറെ നടി ഉണ്ടായിരുന്നു. എനിക്ക് അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം അറിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് അവർക്ക് കാണുന്നത്. സർപ്രൈസോടെ നോക്കാം. നമ്മൾ ജസ്റ്റ് എൻട്രി ആണല്ലോ. അപ്പോൾ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ആണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ചെന്ന് വെച്ചാൽ നല്ല ഷിവറിംഗ് ആയിപ്പോയി. നമുക്ക് അങ്ങനത്തെ ഒരു അതുവരെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ പേടിച്ചു. അതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ബലമായിട്ട് പിടിക്കുമ്പോൾ ഞാൻ തള്ളി മാറ്റി. അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ കരഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ടത് ഇതെന്താ നിങ്ങൾ ഇങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ഇതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എനിക്ക് സോണിയെ ഭയങ്കര ഇഷ്ടമാണ്. സോണിയത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവര് പേരെടുത്ത് പറയാൻ തയ്യാറായിട്ടില്ല. അതിനുശേഷം ന്യൂസ് 18 ഇവരുടെ അതായത് ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരോട് ഈ വക കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചോദിച്ചാൽ അതിലൊരു മാപ്പ് പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ആ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവരോട് തന്നെ കുത്തി ചോദിക്കുക എന്ന് പറയുന്ന പോലെ എങ്ങനെയെങ്കിലും അവരിത് പറയണം എന്നുള്ള മട്ടിൽ റിപ്പോർട്ടർ അത്രയും പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഈ ഒരു അവസരം അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോഴും അവർ പറയുന്നത് ഇല്ല, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഹൈറ്റ് ഉള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്. ആ ഭാര്യയ്ക്ക് കൂടി ഇത് കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു നാണക്കേട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവരത് വളരെയധികം ബാധിക്കും. പ്രത്യേകിച്ച് ഞാൻ അനുഭവിച്ച മെൻ്റൽ ട്രോമ അത്രത്തോളമാണ്. വീണ്ടും അതുപോലുള്ള അവസ്ഥകളിലേക്ക് പോകാൻ
എനിക്ക് താല്പര്യമില്ല. അപ്പം പ്രധാനമായും അവരുടെ ഭാര്യയെയും കുടുംബത്തെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ള മട്ടിലാണ് സോണിയ മൽഹാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു ആരോപണം വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഏത് വ്യക്തിയാണ്, നമ്മൾ മുൻപുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്തുക. കാരണം പേര് വെളിപ്പെടുത്താത്ത പക്ഷം ഇപ്പം പല കമൻറ്റ് സെക്ഷനുകളിൽ നമ്മൾ കാണുന്നുണ്ട് ഈ സോണിയ മൽഹാർ എന്ന് പറയുന്നത് ഈ വ്യക്തി മനഃപൂർവ്വം ജയസൂര്യയെ കൊടുക്കാനായിട്ട് പറയുന്നതാണോ, അല്ലെങ്കിൽ ഈ സോണിയക്കെതിരായാണ് ഇപ്പോൾ കൂടുതൽ പേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേര് എന്തുകൊണ്ട് നിങ്ങൾ പറയാൻ മടിക്കുന്നു? ഇപ്പോൾ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ആ ഒരു കുടുംബത്തിന് ബുദ്ധിമുട്ടാകും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സോണിയ മൽഹാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ അവർക്ക് നാണക്കേട് ഉണ്ടാവില്ലേ എന്നുള്ള അർത്ഥവത്തായ ചോദ്യങ്ങൾ പലയിടത്തു നിന്നും വരുന്നുണ്ട്. ആ റിപ്പോർട്ടർ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, ജയസൂര്യയാണോ എന്ന് ചോദിച്ചിട്ട് പോലും അവരത് തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല ഇപ്പം ജയസൂര്യയാണ് അല്ലെങ്കിൽ ജയസൂര്യയെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ സൂചനകൾ നൽകുന്ന പക്ഷം അദ്ദേഹം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ആൻസർ ജയസൂര്യ ഒരിക്കലും ഇത്തരത്തിൽ മീഡിയാസിനോട് വന്ന് ഇതുപോലൊരു കാര്യം പറയുകയോ അല്ലെങ്കിൽ ഇതുപോലൊരു വിഷയത്തിൽ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എങ്ങനെയാണ് ജയസൂര്യ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്ത് വന്നാലും ജയസൂര്യയുടെ പേര് പറയില്ല എന്ന് പിടിച്ചു വെച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്. കാരണം ഈ ഒരു സംഭവം നടക്കുന്നത് 2013-ലാണ്. ഈ 2013 ശേഷം ഏകദേശം 2020 വരെ ജയസൂര്യയുമൊത്തുള്ള ഫോട്ടോസും പോസ്റ്റുകളൊക്കെ വളരെയധികം കൂടുതലായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും 2020 ശേഷം ജയസൂര്യയുമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യാത്ത പക്ഷം തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, ഒരുപക്ഷെ 2020 വരെ ഇവർ തമ്മിൽ നല്ല ടേംസിലായിരിക്കും, അതിനുശേഷം ഏതെങ്കിലും കാരണവശാൽ ഇവർ തമ്മിൽ തെറ്റുകയും അതിനുശേഷം ഇദ്ദേഹത്തെ കൊടുക്കാനായി മനഃപൂർവ്വം ഒരു ആരോപണം ഉന്നയിക്കുകയായിരിക്കും ഈ സോണിയ മൽഹാർ എന്നുള്ളത് പലയിടത്തു നിന്നും പറയുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്കതൊരിക്കലും തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം ജയസൂര്യയുടെ പേര് അവരെടുത്ത് പറയുന്നില്ല. ജയസൂര്യയുടെ പേര് എടുത്തു പറയാത്ത പക്ഷം ഇവരൊരു കള്ളി അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാളെ കൊടുക്കാനായി ശ്രമിക്കുന്നു എന്ന് മാത്രമേ പ്രേക്ഷകർ അഭിപ്രായപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമുക്കതൊരിക്കലും ഒരു ആരോപണമായിട്ടോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവർ അത്രയധികം സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടെല്ലാം ശരിയാണ്. പക്ഷെ പേരെന്തുകൊണ്ട് അവരിത് എടുത്തു പറയുന്നില്ല? ഒരു വ്യക്തിയുടെ കുടുംബത്തെ ബാധിക്കും എന്നുള്ള തരത്തിലാണെങ്കിൽ ആ കുടുംബം അറിയട്ടെ, അല്ലെങ്കിൽ ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ അറിയട്ടെ, തൻ്റെ ഭർത്താവ് എന്താണ് മറ്റു സ്ത്രീകളോട് ചെയ്യുന്നത് എന്നുള്ളത് ഭാര്യയെ അറിയണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളമാണ് എന്നുള്ളത് ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഇതിന് ശേഷം മറ്റൊരു വ്യക്തി കൂടി ഈ ഒരു വിഷയത്തിൽ, മിനു എന്ന് പറയുന്ന ഒരു നടി, ആ നടി കൂടി ജയസൂര്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ആരോപണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അവരുടെ വീഡിയോ ഒന്ന് കാണാം. ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സാരി ഇങ്ങനെ പറഞ്ഞെല്ലാം പതുക്കെ താഴെ ഇട്ടുണ്ട്. നിങ്ങൾ പുറകിൽ നിന്ന് ജയസൂര്യ വന്ന പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയത്തേക്കും എൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അത് എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിക്കുക ഒരു ഷോക്കായി പോരും. അത് ഒരു നടന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തള്ളി മാറ്റി ഓടി താഴോട്ട് പോയി. പിന്നെ ഞാൻ താഴെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു, ജഗതിച്ചേട്ടൻ അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും താഴെ ഇരിപ്പുണ്ടായിരുന്നു, നെടുമുടി വേണിച്ചേട്ടനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. സോ ഐ തോട്ട് ദാറ്റ് ഐ ക്യാൻ ഷെയർ വിത്ത് ദം. അപ്പോൾ ഈ ജഗതിച്ചേട്ടൻ ഈസ് വെരി ജെന്യൂൻ ആൻഡ് വെരി ഡീസെന്റ് പേഴ്സൺ ആൻഡ് ഐ വാസ് വെരി കംഫർട്ട് വിത്ത് ജഗതിച്ചേട്ടൻ. അപ്പോൾ അവിടെ പോയി പുള്ളി അടുത്ത് പോയി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ജയസൂര്യ ഓടി പുറകെ പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, മിനു ഐ വാണ്ട് ടു ടെൽ യു ഒരു കാര്യം പറയണം, യെസ് ഓർ നോ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എന്ത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു, വരാൻ താല്പര്യമുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോരുത്തരുടെ മുഖങ്ങൾ, ഓരോരുത്തരുടെ പേരുകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പകൽമാന്യന്മാർ എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇതുപോലെയുള്ള ആളുകൾ. ക്യാമറയ്ക്ക് മുൻപിൽ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് അവരെയൊക്കെ അത്രയധികം ആരാധിക്കുന്ന ഓരോ പ്രേക്ഷകരും ഇതുപോലെയുള്ള ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളുടെ മുഖങ്ങൾ സത്യത്തിൽ അറിയാതെ പോകുന്നുണ്ട്. എന്തായാലും അതിനൊക്കെയുള്ള ഒരു അവസരമാണ് ഇനിയുള്ള ദിവസങ്ങൾ. സത്യത്തിൽ ഈ ഒരു ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള അപ്രോച്ചൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത്, അല്ലെങ്കിൽ ജയസൂര്യ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളതൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഇപ്പോൾ ജയസൂര്യ ഫാൻസിൻ്റെ ആയിക്കോട്ടെ, ജയസൂര്യക്കെതിരായി ഒരു ആരോപണം ഉന്നയിക്കുന്ന പക്ഷം ജയസൂര്യയുടെ ഫാൻസിൽ നിന്നും എത്രത്തോളം സൈബർ ബുള്ളിങ് ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക്, മിനു എന്ന് പറയുന്ന നടിക്ക് അറിയുമായിരിക്കുമല്ലോ. അതുകൊണ്ട് അവരൊരിക്കലും കള്ളം പറയുകയാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ലാത്ത കാര്യം മീഡിയയ്ക്ക് മുൻപിൽ വന്ന് ഇതുപോലെ കള്ളം പറയേണ്ട കാര്യമൊന്നും അവർക്കും ഉണ്ടാവില്ല. കാരണം ഈ ജയസൂര്യ എന്ന് പറയുന്നത് ദൈവമൊന്നും അല്ലല്ലോ.
എന്തായാലും ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. കാരണം പേരുകൾ പറയുമ്പോൾ മാത്രമേ ഓരോരുത്തരുടെയും യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണ്, യഥാർത്ഥത്തിലുള്ള മുഖം എന്താണ് എന്നുള്ളത് അറിയുള്ളൂ. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാ ആളുകളും അറിയട്ടെ ഇവരുടെയൊക്കെ ഈ തനി നിറം, തനി സ്വരൂപം എന്താണ് എന്നുള്ളത്. ഇതാണ് സത്യത്തിൽ ആരോപണം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശദമാക്കുക. അല്ലാതെ പേരെടുത്ത് പറയില്ല, ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോഴും സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ ഞാനും അവർ തമ്മിൽ അന്ന് ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല, ഒരു വാക്കുകൊണ്ട് പോലും ആ വ്യക്തി എന്നെ ഉപദ്രവിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കതൊരു ആരോപണമായിട്ടോ അല്ലെങ്കിൽ അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സോണിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു ചോദ്യത്തിൻ്റെ മുൻപിൽ നിർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും സിനിമാ മേഖലയിൽ ഇനി എത്രയെത്ര വ്യക്തികളുടെ അല്ലെങ്കിൽ എത്രയെത്ര പേരുകളാണ് വരാൻ കാത്തിരിക്കുന്നത് എന്നുള്ളത് ഓരോ പ്രേക്ഷകരും ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത പേര് ആരുടെ ആയിരിക്കും എന്ന് തന്നെ.